Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സീസ്ഫയറിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ഇസ്രായേൽ ഇറാൻ സീസ്ഫയർ മാനേജിങ് ദി ബ്ലോ ബാക്ക്. ഓക്കെ, പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഓക്കെ, ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ആൻഡ് അപ്പോൾ നമുക്കറിയാമല്ലേ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു വാർ, ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് പറയാൻ കഴിയും ഒക്ടോബർ 7, 2023 തൊട്ടേ ഇവർ തമ്മിൽ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ്. നമുക്കറിയാം, അതായത് ഇറാന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹമാസ്, അല്ലേ? ആൻഡ് അവർക്കൊരു ഈ ഒരു ഹമാസിന്റെ ഒരു മിഷനായിരുന്നു തുഫാൻ അൽ അക്സ എന്നുള്ളത്. സോ അത് തൊട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. ഓക്കെ, ഏകദേശം ഇപ്പോൾ ഇസ്രായേലിലും അതേപോലെ നമ്മുടെ ഹമാസുമായിട്ടുള്ള ആ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 21 മാസത്തിനടുത്തായി. ഓക്കെ, ആൻഡ് ദർ ഹാവ് ബീൻ മെനി അപ്സ് ആൻഡ് ഡൗൺസ്, ആൻഡ് അതിൽ വേറെ കൺട്രീസൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു സീസ് ഫയറിന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ടു സ്റ്റോപ്പ് ദി ഫൈറ്റിംഗ്. ബട്ട് ഈവൻ ദോ ഈ ഒരു ഫൈറ്റിംഗ് സ്റ്റോപ്പ് ആയെങ്കിൽ കൂടി ദർ കുഡ് സ്റ്റിൽ ബി പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും ഇറാൻ ആണെന്നുണ്ടെങ്കിലും, അവരത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ അവർ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇതൊരു ഗ്യാരണ്ടീഡ് പീസ് ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ പോസ്. ഓക്കെ, ഇറ്റ് ഈസ് എ പോസ് ഇൻ വാർ. നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ US-ന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ അവർ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടി അവർക്ക് ആ ഒരു യുദ്ധം, ശരി, അവരാണ് വിന്നേഴ്സ്, പക്ഷെ അവർക്ക് വേറെ ഒരു ദേ ഹാവ് കോസ്റ്റ് എ വെരി ഹ്യൂജ് ഡാമേജ്. ഓക്കെ, അവർക്ക് വളരെയധികം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അവരാണ് ജയിച്ചത് എങ്കിൽ കൂടി അവർക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗാസയിലെ കാര്യം എടുക്കാം. ഓക്കെ, ഹമാസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിസ്ട്രോയ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ വർ മോസ്റ്റ്ലി ഡിസ്ട്രോയിഡ്, അല്ലേ? ആൻഡ് ശരിക്കും ഈ ഒരു യുദ്ധം തുടങ്ങിയത് തന്നെ നമ്മുടെ ഹമാസ് ഇസ്രായേലിന്റെ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണല്ലോ, അവരെ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണല്ലോ ഇവർ ആദ്യം യുദ്ധം തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും സം ഇസ്രായേലി ഹോസ്റ്റേജസ് ആർ സ്റ്റിൽ നോട്ട് ഫ്രീ. ഇപ്പോൾ ഹെസ്ബോളയുടെ കാര്യം എടുക്കാം നമുക്ക്. ലെബനനിലെ അവരുടെ ലീഡേഴ്സൊക്കെ ഏകദേശം സ്കാറ്റേഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവരുടെ വെപ്പണും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. സിറിയയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആസാദ്, അവരുടെ ആ ഒരു പ്രസിഡന്റ്, പുള്ളിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് അവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൂദീസിന്റെ കാര്യം എടുക്കാം, യമനിലുള്ള ഹൂദീസിന്റെ കാര്യം എടുക്കാം. അപ്പോൾ നമുക്കറിയാം, യമനിലെ ഹൂദീസ് എന്ന് പറയുമ്പോൾ ആ ഒരു റെഡ് സീ ക്രൈസിസ് നമുക്കറിയാമല്ലേ, അതായത് അത് 2023 ഉണ്ടായതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒക്ടോബറിലാണ്. സോ ഒരു ഇറാൻ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു ഹൂതി മൂവ്മെന്റ് ആയിരുന്നു യമനിൽ. ദേ ലോഞ്ച്ഡ് മിസൈൽസ് ആൻഡ് ആം ഡ്രോൺസ് അറ്റ് ഇസ്രായേൽ. സോ ഇവർക്ക് ഈ റെഡ് സീയിൽ കിടന്നിട്ടുള്ള കളി ഇത്തിരി കൂടുതലാണ് ഈ യമനിലെ ഹൂതീസിന്. ഓക്കെ, സോ അവരുടെ മിസൈൽ അറ്റാക്സും സീ ഡിസ്ട്രപ്ഷൻസും ഒക്കെ ഏകദേശം ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, US-ഉം ഇസ്രായേലും കൂടിയിട്ട് അതിനെ നിർത്തിച്ചു. ഇറാനിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇവന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്സിന് മേലെ ഇവർ അറ്റാക്ക് നടത്തി. ഓക്കെ, അവർക്ക് അവരുടെ പ്രോഗ്രാം നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ അവരുടെ മിസൈൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ തകർത്തു. ആൻഡ് അവരുടെ ഏറ്റവും നമുക്ക് പറയാൻ കഴിയുന്നത്, അവരുടെ ഒരു ആർമി ലീഡേഴ്സ്, വളരെ ടോപ്പായിട്ടുള്ള അവരുടെ ആർമി ലീഡേഴ്സിനെ ഒക്കെ കൊന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ ഗാസയിലെ ഹമാസിന്റെ കാര്യം എടുത്തു, ഹെസ്ബോള, സിറിയയിലെ കാര്യം എടുത്തു, ഹൂതികളുടെ കാര്യം എടുത്തു, ഇറാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായത്. സോ ഇവിടെയൊക്കെ ഇസ്രായേലിലെ US-ന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലേ? പക്ഷെ അവർക്ക് ഒരുപാട് എന്താ പറയുക, ഡാമേജ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ കാര്യം, നെതന്യാഹുവിന്റെ ഗവൺമെന്റിന്റെ കാര്യം, നെതന്യാഹു മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഗവൺമെന്റ് ദേ ഗോട്ട് ബ്ലെയിംഡ് ലീഗലി ബൈ അതർ കൺട്രീസ് ആൻഡ് ഗ്രൂപ്പ്സ്, അല്ലേ? പക്ഷെ അവർ ആ ഒരു ക്രിറ്റിസിസം ഒക്കെ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ അവരെ ആ ഒരു വാറിനൊക്കെ അപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മോസ്റ്റ്ലി അവരെയൊക്കെ സൈലൻസ് ആക്കിയവർ, ദേ വർ സൈലൻസ്ഡ് ഓർ പുഷ് ഡൗൺ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിൽ ഒരുപാട് ഈ ഒരു യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇൻ മെനി പ്ലേസസ്
they have won wars, but they faced heavy criticism. Okay, ആൻഡ് അവർക്ക് ആ ഒരു എന്താ പറയുക, ഇന്റേണൽ അൺട്രസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെ. സോ ഇറാന്റെ ഒരു ഫ്യൂച്ചറും അതേപോലെ അവരുടെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു വാറിന് ശേഷം ഇറാന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം ഇറാൻ ഹാസ് ലോസ്റ്റ് എ ലോട്ട് ഇൻ ദ വാർ, ആൻഡ് അവർ ഇനിയും കുറേ സാങ്ഷൻസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റിൽ ഇറാൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പവർ ഇൻ ദ റീജിയൻ. ഓക്കെ, ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിലും US ആണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു റീജിയണിനെ ദേ വാണ്ട് ടു ഷേപ്പ് ദ റീജിയൻ ഇൻ ദെയർ ഓൺ വേ. ഓക്കെ, പക്ഷെ എന്തായാലും ഇറാൻ വിൽ ട്രൈ ടു റിക്കവർ പൊളിറ്റിക്കലി. ഇവിടെ ഏറ്റവും വലിയ കൺസേൺ എന്നുള്ളത് ഇറാന്റെ വെപ്പൺസ് ആണ്. ഓക്കെ, ഇനി ലോകം മുഴുവൻ ഇറാനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും, അല്ലേ, ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഡോണ്ട് റീബിൽഡ് ന്യൂക്ലിയർ ഓർ ഡേഞ്ചറസ് വെപ്പൺസ്, ജസ്റ്റ് ലൈക്ക് വാട്ട് ഹാപ്പൻഡ് വിത്ത് ഇറാഖ് ഇൻ ആഫ്റ്റർ 1991. സോ ഇവിടെ നമ്മൾ ഇറാഖിന്റെ കാര്യം പറഞ്ഞു അല്ലേ, അതായത് 1991 ഇറാഖിൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഗൾഫ് വാർ ഉണ്ടായിരുന്നു. 1991 ഗൾഫ് വാറിൽ നമ്മുടെ ഇറാഖ് അന്ന് സദാം ഹുസൈൻ്റെ അണ്ടറിലായിരുന്നു. ഇവർ കുവൈറ്റ് ഇൻവേഡ് ചെയ്തു, പക്ഷെ യുഎസിന്റെ വേറെ കോലീഷൻ ആൾക്കാരൊക്കെ കൂടിയിട്ട് അവരവിടുന്ന് പുറത്താക്കി. ദേ വാസ് പുഷ് ബാക്ക് ബൈ US ലെഡ് കോലീഷൻസ് പക്ഷെ ഇറാഖിന് ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഇറാഖ് ഫേസ്ഡ് മേജർ കോൺസിക്വൻസസ്. അവർക്ക് ഒരുപാട് സാങ്ഷൻസ് അവരുടെ മേലെ ഇമ്പോസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അവരുടെ മേലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സാങ്ഷൻസ് വെച്ചു ഇറാഖിന് മേലെ. സോ ഇറാഖിന് ദേ കുഡിൻ സെൽ ഓയിൽ ഫ്രീലി. ഓക്കെ, ഒരുപാട് സാങ്ഷൻസ് വെച്ചു. പിന്നെ അവർക്ക് ഗുഡ്സ് ഒന്നും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ അതിൻ്റെ മേലെ റെസ്ട്രിക്ഷൻസ് വെച്ചു. അത് അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ പോവർട്ടിക്കും സഫറിങ്ങിനും ഒക്കെ കാരണമായി. ഓക്കെ, ഫോർ ഓർഡിനറി പീപ്പിൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ UN വെപ്പൺ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ടീംസിനെ അയക്കും. ഓക്കെ, ടു ഇൻസ്പെക്ട് ആൻഡ് ഡിസ്ട്രോയ് ദി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അതായത് അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ, കെമിക്കൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ബയോളജിക്കൽ വെപ്പൺസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് UN ഇടയ്ക്കിടയ്ക്ക് ടീംസിനെ അയക്കുകയായിരുന്നു. അത് അവരെന്തായാലും അവരുടെ രാജ്യത്തിനുള്ളിൽ കയറ്റിയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാഖ് വാസ് ഫോഴ്സ്ഡ് ടു അലൗ ഇന്റർനാഷണൽ ഇൻസ്പെക്ടേഴ്സ്, ഓക്കെ, ഇൻ ടു ദിയർ മിലിറ്ററി ആൻഡ് റിസർച്ച് സൈറ്റ്. അങ്ങനെ അവര് അലൗ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മേലെ പിന്നെയും സാങ്ഷൻസ് വെക്കും. ഓക്കെ, പിന്നെ നോ ഫ്ലൈ സോൺസ് ഒക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുഎസിന്റെ അലൈസും കൂടിയിട്ട് ഒരു നോ ഫ്ലൈ സോൺസ് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവർ സം പാർട്സ് ഓഫ് ദി ഇറാഖ്. അത് ചെയ്തത് ആ നോർത്തിലെ അവർക്ക് കുർദുകളും പിന്നെ അതേപോലെ സൗത്തിൽ ഷിയാസും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ സദാമിന്റെ എയർഫോഴ്സിൽ നിന്നും എന്താ പറയുക രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോ ഫ്ലൈ സോൺസ് ഒക്കെ ഇമ്പോസ് ചെയ്തത്. ഓക്കെ, സദാം ഹുസൈൻ അതിനുശേഷം ഹി റിമെയിൻഡ് ഇൻ പവർ. ഓക്കെ, പക്ഷേ ഇറാഖിന്റെ കാര്യം എടുക്കുമ്പോൾ ഇറാഖ് അതിനുശേഷം വളരെയധികം ഐസൊലേറ്റഡ് ആയി, അവർ വീക്കായി എന്ന് വേണം പറയാൻ. പിന്നീട് പുള്ളി വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള റെപ്രഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്തത് ഒരു കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ എക്കണോമി കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഈ ഒരു 1991 വാറിന് ശേഷം ഇറാഖ് ഭയങ്കരമായിട്ട് വീക്കായി. അവരെ ലോകം ഭയങ്കര ദേ വർ ഹെവിലി വാച്ച്ഡ് ആൻഡ് ദേ വർ കട്ട് ഓഫ് ഫ്രം മച്ച് ഓഫ് ദ വേൾഡ്. സോ ഇപ്പോഴത്തെ ഒരു ഫിയർ എന്താന്ന് വെച്ചാൽ ഇതേപോലെ ഇറാന് സംഭവിക്കാം. ഓക്കെ, ഇറാൻ നൗ മൈറ്റ് ഫേസ് സിമിലർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ആഫ്റ്റർ ഇറ്റ്സ് റീസെന്റ് വാർ ലോസ്. ഇനിയും സ്ട്രിക്റ്റ് കൺട്രോൾസ്, എസ്പെഷ്യലി സ്ട്രിക്റ്റ് കൺട്രോൾസ് ഓൺ ഇറ്റ്സ് വെപ്പൺസ്. എന്തായാലും അവരിനി എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ലോകം മുഴുവൻ നോക്കി നിൽക്കും. ഓക്കെ, ഇനിയും ചിലപ്പോൾ UN ടീംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറാനിലേക്ക് വന്നേക്കാം. ഓക്കെ, അവരുടെ മേലെ വളരെ ഡീപ്പായിട്ടുള്ള ഇന്റർനാഷണൽ പ്രഷർ ഇനി എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ഇറാൻ വെസ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് ഇറാൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ വെസ്റ്റ്, അതായത് നമ്മുടെ US ഇവർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ഏഷ്യയിൽ എന്തായാലും US കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. ദേ വിൽ ഹാവ് മോർ കൺട്രോൾ ഓവർ വെസ്റ്റ് ഏഷ്യ. അതേപോലെ അമേരിക്കൻ കമ്പനീസ് ഈ ഇറാന്റെ മാർക്കറ്റിലോട്ട് കയറും, അല്ലേ, ദേ വിൽ എൻ്റർ ഇറാൻസ് മാർക്കറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഇറാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പ്രോക്സി ഗ്രൂപ്പ്സുമായിട്ടുള്ള ടൈപ്പാണ്. ഹെസ്ബോള, ഹൂദീസ് പോലുള്ള ആൾക്കാരുമായിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, സോ US ഇവർ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇവരുമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അതെന്തായാലും US പറയും. ഓക്കെ, സോ ദേ കുഡ് ലൂസ് സപ്പോർട്ട്. ഇറാന്റെ ആ ഒരു ഇറാൻസ് പ്രോക്സി ഗ്രൂപ്പ്സ് കുഡ് ലൂസ് സപ്പോർട്ട്. ഓക്കെ, ലൈക്ക് ഹെസ്ബോള ഓർ ഹൂദീസ്. സോ അവിടെ ഒരു റെജീം ചേഞ്ചിന്റെ കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതായത് ഇന്നത്തെ വീഡിയോയിലുള്ള മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഈ റെജീം ചേഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറാന്റെ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളത് ഇപ്പം എന്തായാലും നടക്കുന്ന ഒരു പരിപാടിയല്ല. ഓക്കെ, അവരുടെ കൺട്രി ദേ ആർ സ്റ്റിൽ യുണൈറ്റഡ്. അവരുടെ ആൾക്കാർ അൺഹാപ്പിയാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി അവരുടെ കൺട്രി ദേ ആർ സ്റ്റിൽ യുണൈറ്റഡ്. ഓക്കെ, അതേപോലെ അങ്ങനെ US ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് മൈറ്റ് ബ്രേക്ക് ഇറാൻ എപ്പാർട്ട്. ഓക്കെ, ഇറാനിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, അവർ തമ്മിലുള്ള ഫൈറ്റ് വരും. ഓക്കെ, ഇപ്പൊ കുർദ്, അതേപോലെ അറബ്സ്, സുന്നീസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ട് അവിടെ ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും US മറ്റേ സമാധാനം കൊണ്ടുവരാൻ നോക്കിയ പോലെയൊക്കെ ആവും. ഓക്കെ, പിന്നെ US ഇപ്പോൾ വേണ്ടത് ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. ഓക്കെ, US പ്രിഫർ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഇന്റേണൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഒരു യുദ്ധത്തിന് പകരം ഒരു സ്ലോ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് അവരിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം ഈ ഇറാനിലുള്ളത് വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള റാഡിക്കൽ ആൾക്കാരാണ്. ദേ ആർ സ്റ്റിൽ കൺട്രോൾ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഇറാൻ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. പിന്നെ ഇറാന്റെ നമ്മുടെ ടോപ്പ് ലീഡറായ ഈ അലി ഹുസൈൻ കമീനി ഉണ്ടല്ലോ, പുള്ളി ഇപ്പോൾ 86 വയസ്സൊക്കെ ആയി പുള്ളിക്ക്. ഓക്കെ, പുള്ളിക്ക് വയസ്സായി, പുള്ളി എന്തായാലും റീപ്ലേസ് ചെയ്യും അടുത്തന്നെ. അടുത്ത ലീഡേഴ്സ് എന്ന് പറയുന്നത് 2 പോസിബിൾ സക്സസേഴ്സ് പുള്ളിയുടെ മകനാണ്. ഓക്കെ, മുതാബ കമീനി. പുള്ളിയും ഇതേപോലെ ഒരു എക്സ്ട്രീമിസ്റ്റ് റാഡിക്കൽ റൂള് കൊണ്ടുപോകാനാണ് സാധ്യത. പിന്നെ ഹസൻ ഖൊമൈനി ഉണ്ട്, പുള്ളി ഒരു മോഡറേറ്റ് ആണ്. ഓക്കെ, പുള്ളി ചിലപ്പോൾ ഇറാനെ ഈ ഗുഡ് ഓപ്പൺ ഇറാൻ ടു ദ വേൾഡ്. സോ ഇറാൻ ഇപ്പോൾ വീക്കാണ് ഈ ഒരു വാറിന് ശേഷം, പക്ഷെ അവർ ദേ ആർ സ്റ്റിൽ പവർഫുൾ. US വേണ്ടത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആണ് അവിടെ. ഓക്കെ, സഡൻ ആയിട്ടുള്ള റെജീം കൊളാപ്സ് ഇവർ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇപ്പോൾ. ഓക്കെ, അത് കേവസ് ഉണ്ടാക്കും എന്തായാലും. സോ അത് US പ്രിഫർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഗാസ പലസ്തീൻ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാസയിൽ എന്താ നടക്കുന്നതെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇസ്രായേലിൻ്റെ ആർമി ഇനി അവർക്ക് തിരിച്ച് ഗാസയിൽ ഫോക്കസ് ചെയ്യാം അല്ലേ. ഇറാൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഒതുങ്ങിയല്ലോ. സോ ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് ഗാസയിൽ ഫോക്കസ് ചെയ്യാം. അവിടെ ഇപ്പോൾ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത് പിന്നെയും തുടരാം. ഓക്കെ, പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ വളരെ മോശമാണ് കേട്ടോ. അതായത് ഒരുപാട് സിവിലിയൻസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം ആൾക്കാർ. വളരെ കഷ്ടം തോന്നും നമുക്ക്. അതേപോലെ ആൾക്കാരൊക്കെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ആർ ഫേസിങ് സ്റ്റാർവേഷൻ. ഓക്കെ, ഇനി വെസ്റ്റ് ബാങ്കിലുള്ള പ്രോബ്ലംസ്, അതേപോലെ ജൂയിഷ് സെറ്റിലേഴ്സ്, ഇവരുടെ ഗാസയിലുള്ള വെസ്റ്റ് ബാങ്കിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ജൂയിഷ് ആൾക്കാർ, അവരുടെ ജൂയിഷ് സെറ്റിലേഴ്സ് ഇപ്പോൾ പാലസ്തീൻസിനെ അറ്റാക്ക് ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, ആർമി അല്ല, അവിടുത്തെ ആൾക്കാർ തന്നെ ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വളരെ വലിയൊരു ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്. ഓക്കെ, ഈ മെഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ്റെ പ്രസിഡന്റ്, പുള്ളിക്ക് ഏകദേശം 90 വയസ്സായി. ഓക്കെ, പുള്ളി ഭയങ്കര വീക്കാണ്, ഈ സീൻ ആസ് വീക്ക്. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർ തിരിച്ച് ഗാസയിൽ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ട്രംപിൻ്റെ പഴയ പ്ലാൻസ് ഒക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ പാലസ്തീൻസിനെ മാസ്സായിട്ട് ഒരു ഡിപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വിച്ച് ഈസ് വെരി അൺലൈക്ലി. അതേപോലെ നമ്മുടെ ട്രംപിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് ഏരിയ ആക്കിയിട്ട് ഗാസേനെ മാറ്റുക എന്നുള്ളത്. ഓക്കെ, അതും റിയലിസ്റ്റിക് ഒന്നും അല്ല, അടുത്തൊന്നും നടക്കില്ല. പക്ഷെ ഇതൊക്കെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ അകത്ത് പബ്ലിക് പ്രഷർ ഇപ്പോൾ വളരെയധികം കൂടുന്നുണ്ട്. ഓക്കെ, ആൾക്കാർക്ക് വേണ്ടത് അവരുടെ ആ ഒരു ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ഹോസ്റ്റേജസിനെ വളരെ സേഫായിട്ട് അവർക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തത് നമ്മുടെ നെതന്യാഹുവിനെതിരെ ഒരുപാട് കറപ്ഷൻ, അതിൻ്റെ ഒരു ട്രയൽ ഉണ്ട്. സോ അത് റിസ്യൂം ചെയ്യണമെന്ന് തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, അതേപോലെ അവർക്ക് വേണ്ടത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിഫോംസ് ആണ്. കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർക്ക് റിഫോംസ് വേണം. ഇതൊക്കെയാണ് അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത്. സോ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ അത് വളരെ ബാഡാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ വെരി ബാഡ് വിത്ത് വയലൻസ് ആൻഡ് സഫറിങ്. സോ ഇസ്രായേലിലെ ആൾക്കാർക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്, മാറ്റങ്ങളാണ്, അതേപോലെ ജസ്റ്റിസ് ആണ്. ഓക്കെ, ആഫ്റ്റർ ദ ലോങ് വാർ. സോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടി ഒന്ന് കുറച്ച് പറഞ്ഞിട്ട് നമുക്കൊരു ന്യൂസ് അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സമാധാനമാണോ അതോ ഇനിയും പ്രശ്നങ്ങളാണോ ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. പീസ് ഓർ മോർ കെയോസ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഉള്ളത് ദർ ഇസ് എ ചാൻസ് ഫോർ പീസ് അല്ല. ഇപ്പോൾ യുദ്ധമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ആൻഡ് ദർ ഈസ് ഹോപ്പ് ഫോർ എ വെരി ഫ്രഷ് സ്റ്റാർട്ട് ഇൻ ദാറ്റ് റീജിയൻ. നമ്മുടെ ഈ ഒരു എബ്രഹാം അക്കോർഡ്സ് നമുക്കറിയാലോ, അറബ് കൺട്രീസും ഇസ്രായേലും ആയിട്ടുള്ള ആ ഒരു പീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇറ്റ് ഈസ് സൈൻഡ് ഇൻ 2020.
So it marked a very historic breakthrough in Middle Eastern diplomacy, by formally normalizing relationship with Israel, between Israel and several Arab nations. സോ അങ്ങനത്തെ ഒരുപാട് പീസ് ഡീൽസ് ഇനി കൊണ്ടുവരണം എന്നാണ് നമ്മൾ, അതായത് ദർ ഈസ് ഹോപ്പ് ഫോർ മോർ പീസ് ഡീൽസ് ലൈക്ക് ദി എബ്രഹാം അക്കോർഡ്സ്. അതേപോലെ ഇസ്രായേലിൻ്റെ പൊളിറ്റിക്സ് ചിലപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചും കൂടി മോഡറേറ്റ് ആവാം. ഓക്കെ, ദേ മേ ബിക്കം മോർ മോഡറേറ്റ്. സമാധാനം ആണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെങ്കിൽ അത് അവരെ മാത്രമല്ല, ഇസ്രായേലിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരെയും ഒരേപോലെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓയിലിൻ്റെ പ്രൈസ് എടുക്കാം. ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ട്രേഡും അതേപോലെ ട്രാൻസ്പോർട്ടൊക്കെ ലോജിസ്റ്റിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇറ്റ് വിൽ ഗെറ്റ് ഈസിയർ. പിന്നെ ടെററിസത്തിനും റാഡിക്കൽ ഐഡിയാസിനൊക്കെ ഇനി കുറവ് സപ്പോർട്ടേ കിട്ടുള്ളൂ. പക്ഷെ ഡേഞ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ട്രംപിനെ പോലെയുള്ള ആൾക്കാരാണ്. ഓക്കെ, അതേപോലെ രാജ്യങ്ങളും അതേപോലെ അവരുടെ ലീഡേഴ്സും ഇനി അവർ അറഗൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഞങ്ങൾ ജയിച്ചു, ഇനി ഞങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഫൈറ്റിലോട്ട് പോകും. ഓക്കെ, ഇറ്റ് വിൽ പുഷ് ദ റീജിയൻ ബാക്ക് ഇൻ ടു ദി ഓൾഡ് സൈക്കിൾ ഓഫ് വാർസ്. ഓക്കെ, സോ ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സാഹചര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റിയൽ ചാൻസ് ഫോർ പീസ്. ബട്ട് ലീഡേഴ്സ് കെയർഫുൾ അല്ല, അവർ ഹമ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ റീജിയൻ കുഡ് ഫോൾ ബാക്ക് ഇൻ ടു കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് അഗെയിൻ എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഫാതമിങ് അമേരിക്കാസ് പ്ലാൻ ടു മാനേജ് AI proliferation. സോ ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് കറണ്ട് അഫയേഴ്സ് ആണ്. മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻ ഡയസ്പോറ. സോ ഇവിടെ എന്താണ് AI ഡിഫ്യൂഷൻ ഫ്രെയിംവർക്കിന് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ AI ഡിഫ്യൂഷൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ US-ന് ഇത്തിരി റൂൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, US ആഡ് എ സെറ്റ് ഓഫ് റൂൾസ്. എങ്ങനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ടെക്നോളജി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റൂൾസാണ്. ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ്. സോ അതെങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പറയാം ഒരു ഡിജിറ്റൽ എക്സ്പോർട്ട് കൺട്രോൾ പോലെയൊക്കെയാണ് സെറ്റപ്പ്. സോ ഇതെന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ US-ൻ്റെ ഗവൺമെൻറ്റിന് അറിയാം ഈ ഒരു AI എന്നുള്ളത് വളരെ പവർഫുൾ ആണെന്നുള്ള കാര്യം അറിയാം. അല്ലെ, നമുക്കും അറിയാം AI എന്നുള്ളത് ഇറ്റ് ഈസ് വെരി പവർഫുൾ. സോ നമ്മൾ ഈ ന്യൂക്ലിയർ ടെക്നോളജി ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യില്ലല്ലോ. സോ AI-നെ അതേപോലെ ട്രീറ്റ് ചെയ്യണം, ഒരു ന്യൂക്ലിയർ ടെക്നോളജി പോലെ തന്നെ ഒരു AI-നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് US-ൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചത്. ഓക്കെ, സോ അവരിങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇതിനോടുള്ള ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ദേ ഫിയർഡ് ദാറ്റ് ഇഫ് കൺട്രീസ് ലൈക്ക് ചൈന ഓർ റഷ്യ ഗോട്ട് ആക്സസ് ടു വെരി അഡ്വാൻസ്ഡ് AI ടൂൾസ്. നമുക്കറിയാം US വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു AI ടൂൾസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. സോ അതൊരു സെക്യൂരിറ്റി റിസ്ക് ആണ്, അല്ലേ. സോ അവരൊരു ദേ മെയ്ഡ് റൂൾസ് ടു ബ്ലോക്ക് ഓർ ലിമിറ്റ് AI ടൂൾസ്, അല്ലെങ്കിൽ ആ ചിപ്പുകൾ അതേപോലെ റിസർച്ച് ഇതൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ അവർ റെസ്ട്രിക്ഷൻ വെച്ചു. ഓക്കെ, ദേ മെയ്ഡ് റൂൾസ്. സോ ഇതെന്തുകൊണ്ടാണ് കോൺട്രവേഴ്ഷ്യൽ ആയെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പേർട്സ് പറഞ്ഞു ഈ റൂൾസ് ഭയങ്കര എക്സ്ട്രീമാണ്, ഇത് അവരുടെ ഇന്നോവേഷൻ ഹേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ US-നകത്തുള്ള എക്സ്പേർട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. പിന്നെ ഇത് ഭയങ്കര ഹാർഡാക്കുമല്ലേ, അതായത് ഈ റിസർച്ചേഴ്സിനെ ഗ്ലോബലി കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര പ്രശ്നമാക്കും. പിന്നെ ഈ ഫ്രണ്ട്ലി കൺട്രീസ് ഉണ്ടല്ലോ, അതായത് US-ൻ്റെ അലയൻസ്, സോ അവർക്ക് തന്നെ ഈ സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ദേ ഫെൽറ്റ് എക്സ്ക്ലൂഡഡ് ഓർ റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അതൊരു വിച്ച് ഹർട്ട് ഡിപ്ലോമസി. പിന്നെ ക്രിട്ടിക്സ് പറഞ്ഞത് ദേ സെഡ് ദാറ്റ് ഇത് US-ൻ്റെ പ്രോഗ്രസിനേക്കാളും ഇത് US-നെ സ്ലോ ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്താണ് നെക്സ്റ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിംവർക്ക് ഇത് ക്രിയേറ്റ് ചെയ്തത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു അവസാന സമയത്തായിരുന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു പവറിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവരിതിനെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, നമുക്കറിയാം പുള്ളി ബിസിനസ്സാണ് എല്ലാം. സോ പുള്ളി പറഞ്ഞത് ഇറ്റ് വാസ് ടു ഹാർഷ് ആൻഡ് അൺഹെൽപ്ഫുൾ എന്നാണ് പുള്ളി പറഞ്ഞത്. സോ US ട്രൈ ചെയ്തത് ഒരു പവർഫുൾ AI-ലോട്ടുള്ള ഒരു ഗ്ലോബൽ ആക്സസിനെ ലിമിറ്റ് ചെയ്യാനാണ് അവർ നോക്കിയത്. ഓക്കെ, ബൈ ട്രീറ്റിംഗ് ഇറ്റ് ലൈക്ക് എ വെപ്പൺ. പക്ഷെ അത് എൻഡ് ചെയ്തത് ഇറ്റ് എൻഡഡ് അപ്പ് ഹേർട്ടിങ് സയൻസ്, കോപ്പറേഷൻ, പ്രോഗ്രസ്. സോ ആ ഒരു പോളിസി ക്യാൻസൽ ചെയ്തു. സോ ഈ ഒരു US-ൻ്റെ AI ഡിഫ്യൂഷൻ ഫ്രെയിംവർക്കിലുള്ള കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് എന്താണ് ചെയ്യാൻ നോക്കിയതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇത് എയിം ചെയ്തത് ആ ഒരു എക്സ്പോർട്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പവർഫുൾ AI ചിപ്സിനെ, അല്ലെങ്കിൽ ആ ഒരു മോഡൽ വെയിറ്റ്, ഈ ഒരു മോഡൽ വെയിറ്റ് എന്നുള്ളൊരു വാക്ക് അതെന്താണെന്ന് വെച്ചാൽ ഈ AI മോഡൽസ് ആണല്ലോ. സോ അതിൻ്റെ ബ്രെയിൻ, ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവത്തിനാണ്, അതാണ് ഈ മോഡൽ വെയിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു മോഡൽ വെയിറ്റ്സിനെയും AI ചിപ്പുകളെയും, ഓക്കെ, പവർഫുൾ ആയിട്ടുള്ള AI ചിപ്സിനെയും കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, to create a very clear system of rules for who could get access to these tools. സോ ഇവിടെ വന്ന കുറവുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, അതായത് ഈ ഒരു ഗ്ലോബൽ AI ഡെവലപ്മെൻറ്റിന് തന്നെ തടയുന്നത് പോലെ തോന്നി. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർക്ക്, ഇവരുടെ ആ ഒരു ഫ്രണ്ട്ലി കൺട്രീസിന്, ഇവരുടെ അലൈസിന് തന്നെ അവർ ദേ സ്റ്റാർട്ടഡ് ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, അല്ലെങ്കിൽ അവർ പുഷ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചു. സോ ഈ ഒരു ഡോമിനിയറിങ് US അപ്രോച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. സോ ഇറ്റ് മെയ്ഡ് ദി US ലുക്ക് ലൈക്ക് ഇറ്റ് വാസ് ട്രൈങ് ടു കൺട്രോൾ ഗ്ലോബൽ AI ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഈവൺ എമംഗ് ഇറ്റ്സ് അലൈസ്. അതാണ് പ്രശ്നം. സോ ഇതിനൊരു വെപ്പണായിട്ട് US കണ്ടു. ഓക്കെ, AI-നെ ദേ ട്രീറ്റഡ് ഇറ്റ് ലൈക്ക് എ വെപ്പൺ. ഓക്കെ, സോ നമുക്കറിയാം ഇത് ശരിക്കും AI ഒക്കെ യൂസ് ആവുന്നത്, ഇറ്റ് വാസ് മെയ്ഡ് ഫോർ സിവിലിയൻസ് ഓർ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും ഫാമിങ്ങിലും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, സോ US ഇതിനെ കണക്കാക്കിയിട്ടുള്ളത് ഈ ഒരു AI ടെക്നോളജീനെ ഇറ്റ് വാസ് എ മിലിറ്ററി ഗ്രേഡ്. ഓക്കെ, ഇറ്റ് ആക്റ്റഡ് ആസ് ഇഫ് ഓൾ AI ടെക്നോളജി വാസ് മിലിറ്ററി ഗ്രേഡ് എന്നുള്ള രീതിക്കാണ് ഇവരിതിനെ കണക്കാക്കിയത്. പിന്നെ ഒരു ഗ്ലോബൽ കൊളാബറേഷൻ ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, AI എന്നുള്ളത് ഇത് ശരിക്കും ഒരു കൺട്രി മാത്രമായിട്ട് ഉണ്ടാക്കേണ്ടതല്ല, അല്ലേ? ഇറ്റ് ഈസ് ഇൻ ബിൽഡ് ബൈ വൺ കൺട്രി അലോൺ. ഓക്കെ, ഇതിന് ഗ്ലോബൽ റിസർച്ചും ടീം വർക്കും എല്ലാം വേണം. സോ ഈ ഒരു പോളിസി അവരോട് ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഒരു ഓപ്പൺ ഇന്നോവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ ഇവർ എന്താ പറയുക, അതിനെ ഹേർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ മറ്റ് രാജ്യങ്ങൾ ദേ ബിഗാൻ ഫൈൻഡിങ് ന്യൂ വേസ് ടു മേക്ക് പവർഫുൾ AI. ഓക്കെ, ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവറൊന്നും ഇല്ലാണ്ട് അവർ തന്നെ അത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. സോ ദിസ് മെയ്ഡ് US റെസ്ട്രിക്ഷൻസ് വെരി ലെസ് എഫക്റ്റീവ്. ഇപ്പോൾ നമുക്ക് ചൈനയുടെ ഡീപ് സീക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഡീപ് സീക്കൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. പ്രിപ്പറേഷനൊക്കെ നല്ലതാണ്. നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. സോ ചൈനയുടെ ഡീപ് സീക്കിൻ്റെ, നമുക്കറിയാം ചൈനയുടെ AI മോഡലാണ് ഡീപ് സീക്ക്. ഇത് വളരെ ഹൈ പെർഫോമൻസ് ഉള്ളൊരു സാധനമാണ്. ഓക്കെ, ഇതിന് വളരെ യൂസ്ഡ് വെരി ലോ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്, വളരെ കുറവ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വളരെ വലിയൊരു ഹൈ പെർഫോമൻസിലോട്ട് ഇത് എത്തിയത്. ഓക്കെ, സോ ഡീപ് സീക്ക് നല്ല അടിപൊളി സാധനമാണ്. സോ ദിസ് അണ്ടർമൈൻ ദി US സ്ട്രാറ്റജി ഓഫ് റെസ്ട്രിക്റ്റിംഗ് AI ബൈ ലിമിറ്റിംഗ് കമ്പ്യൂട്ട്. അതായത് ഇവർ എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഈ സാധനങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും സ്മാർട്ടായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇത് ഉണ്ടാക്കും, എന്തായാലും ഉണ്ടാക്കും. ഓക്കെ, ഇവർ വിചാരിച്ചത് ഇവരുടെ കയ്യിൽ മാത്രമേ ഇതുള്ളൂ, ഇനി ഇവർ കൊടുത്തില്ലെങ്കിൽ ലോകത്തിന് ഇത് കിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ദേ ഷോഡ് ദാറ്റ് സ്മാർട്ട് മെത്തേഡ്സ് ക്യാൻ ബീറ്റ് ബ്രൂട്ട് ഫോഴ്സ്. സോ സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു AI ഡിഫ്യൂഷൻ ഫ്രെയിം വർക്ക് ഫെയിൽ ആയതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്ന്, ഇത് ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു. പിന്നെ ഇതിനൊരു മിലിറ്ററി ത്രെട്ട് പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, AI-നെ ഒരു മിലിറ്ററി ത്രെട്ട് പോലെ കണ്ടു. അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ AI-ക്കുള്ളത് ഒരു ഇന്റർനാഷണൽ നേച്ചറാണ്, അതിനെ ഇഗ്നോർ ചെയ്തു. ഓക്കെ, ആൻഡ് ദേ പുഷ്ഡ് അതർ കൺട്രീസ് ടു ഇന്നോവേറ്റ് അറൌണ്ട് ദി റെസ്ട്രിക്ഷൻ. സോ ഇതിൻ്റെ അവസാനം, ഇൻ ദി എൻഡ്, ഈ ഒരു പോളിസീസ് it didn't stop progress. Okay, it just changed where and how it happened. സോ ഇവർ ഈ ഒരു ഫ്രെയിം വർക്ക് വിഡ്രോ ചെയ്തെങ്കിൽ കൂടി അവരുടെ ആ ഒരു കോർ സ്ട്രാറ്റജി അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2025 മാർച്ചിൽ ഈ ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് കൺട്രോൾസ് ഉണ്ടല്ലോ, അത് പിന്നെ ഇവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ചിൽ. അതേപോലെ ഒരുപാട് ചൈനീസ് കമ്പനീസിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. പിന്നെ പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. എൻഫോഴ്സ്മെന്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഗൈഡ് ലൈൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. സോ ഓൾറെഡി ഇവർ ഈ ഒരു ട്രേഡ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്പോർട്ടൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US-ന് വേണ്ടത്, ദേ നീഡ് ടു ബിൽഡ് കൺട്രോൾ ഡയറക്ട്ലി ഇൻ ടു ദി AI ഹാർഡ്വെയർ ഇറ്റ് സെൽഫ്. ഓക്കെ, ആ ഒരു ചിപ്പുകളിലേക്ക് ഡയറക്റ്റ് കൺട്രോൾ കിട്ടാനുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഹാർഡ്വെയർ കൺട്രോൾ എന്ത് തരത്തിലുള്ള ഹാർഡ്വെയർ കൺട്രോൾ ആണെന്ന് വെച്ചാൽ, ഒന്ന് ഓൺ ചിപ്പ് റെസ്ട്രിക്ഷൻസ് ആണ്. ഓക്കെ, ഈ ഒരു AI ചിപ്പ് ഇറ്റ് കുഡ് കം വിത്ത് ബിൽഡ് ഇൻ ലിമിറ്റ്സ്. ഓക്കെ, ഇതിന് വരുമ്പോൾ തന്നെ ഇതിന് കുറച്ച് ലിമിറ്റുകളുണ്ട്. അതായത് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് AI ഉണ്ടല്ലോ, ഇവർക്ക് ഈ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഡീപ്പ് ഫേക്ക് യൂസസ് ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഓക്കെ. സോ ഈ ഒരു എ ഐക്ക് ദെയർ ടാസ്ക്, ഓക്കെ, അത് അവർ റൺ ചെയ്യുന്ന ആ ഒരു ടാസ്ക് അതിലൊരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട്. ഒരു ബിൽഡിൻ ലിമിറ്റോട് കൂടിയിട്ടാണ് എ ഐ ചിപ്സ് വരുന്നത്. ഇനി അവരുടെ ഫങ്ഷൻസും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു ചിപ്സിന് ദോസ് ചിപ്സ് കുഡ് ഹാവ് എ ട്രാക്കിംഗ് സിസ്റ്റം. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് ഇതിനെ വിൽക്കുക, അല്ലെങ്കിൽ ഇത് ചൈനയ്ക്കോ റഷ്യയിലേക്കോ ഒക്കെ ഈ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദ ഗോൾ ഈസ് ടു സ്റ്റോപ്പ് പവർഫുൾ എ ഐ ടൂൾസ് ഫ്രം falling into the hands of US rivals. ഓക്കെ, അതൊരു ഇലിസിറ്റ് യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇഫ് സമൺ മാനേജസ് ടു ബൈപ്പാസ് ട്രേഡ് റൂൾസ്. ഓക്കെ. സോ ഇവരുടെ ഈ ഒരു എ ഐ റെഗുലേഷനിലുള്ള US-ൻ്റെ ഇങ്ങനത്തെ ഈ ഒരു അപ്രോച്ച്, ഇതിൻ്റെ മെയിനായിട്ടുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ പ്രൈവസി ആൻഡ് സർവൈലൻസ് വെറീസ് ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ പ്രൈവസി നഷ്ടപ്പെടും, മാസ് സർവൈലൻസ് ആയിരിക്കും. ഓക്കെ, ഇത് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ആരുടെ കയ്യിലൊക്കെയാണ് നമ്മളിത് ഇവിടെ നിന്ന് ഉപയോഗിക്കേണ്ടതെങ്കിൽ അവർക്കത് അവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഒരു പ്രൈവസി തീരില്ല ഇനി അങ്ങോട്ട് ഇവരുടെ എ ഐ ചിപ്സ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ പീപ്പിൾ വിൽ ലൂസ് കൺട്രോൾ ഓവർ ദെയർ ഓൺ ഡാറ്റ ആൻഡ് ചോയ്സസ്. ഓക്കെ. സോ ഇവർ ഇങ്ങനത്തെ മിസ്റ്റേക്സ് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നാൽ, സി വാട്ട് ഇഫ് ദ സെയിം മിസ്റ്റേക്സ് ഹാപ്പൻ അഗെയിൻ. ഓക്കെ, ഇങ്ങനൊരു പുതിയ പോളിസി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആ ഒരു പഴയ പ്രോബ്ലംസ്, പണ്ട് ഇതിന് ഭയങ്കര ഹാർഡായിരുന്നല്ലോ, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ അവസാന കാലത്തുള്ള ഇവരുടെ ആ ഒരു ഫ്രെയിം വർക്ക് ഭയങ്കര സീനായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് ലിബറൽ ആക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടി ഇവരുടെ അലൈസ് ഉണ്ടല്ലോ, അതായത് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇഫ് US സീംസ് കൺട്രോളിങ് ഓർ ഇൻകൺസിസ്റ്റൻറ്റ്, ഇവരായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി കൺട്രീസിന് ദേ വോണ്ട് ഫീൽ സേഫ് അല്ലേ. അതായത് US ബേസ്ഡ് എ ഐ ടൂൾസും ഇവരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, അതിൽ തീരെ വിശ്വാസം ഉണ്ടാവില്ല ഇനി അങ്ങോട്ട് ആ ഒരു ഫ്രണ്ട്ലി കൺട്രീസിന് തീരെ വിശ്വാസം ഉണ്ടാവില്ല. ദേ മേ നോട്ട് ഫീൽ സേഫ് റിലൈങ് ഓൺ US ബേസ്ഡ് എ ഐ ടൂൾസ് ഓർ പാർട്ട്ണർഷിപ്പ്. അതേപോലെ കൺട്രീസ് അവർ സ്വന്തമായിട്ട് എ ഐ ഡെവലപ്പ് ചെയ്യാൻ നോക്കും, ഒരു സെൽഫ് റിലയൻറ്റ് എ ഐ സെറ്റ് ചെയ്യാൻ നോക്കും, അവരുടേതായിട്ടൊരു എക്കോ സിസ്റ്റം അവർ ബിൽഡ് ചെയ്യാൻ നോക്കും. ഓക്കെ. സോ ദേ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ US ടെക്നോളജി. അതേപോലെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇവരുടെ പുതിയ എ ഐ പോളിസി അത് ഡിഫറെൻ്റ് ആണ്, പക്ഷെ അതിൽ റിസ്ക് ഉണ്ട്, യൂസർ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ പുതിയ ഇന്നോവേറ്റേഴ്സിനൊക്കെ ഇറ്റ് ഈസ് കെയറിങ് ഓഫ് ഇന്നോവേറ്റേഴ്സ്. അതേപോലെ അവരുടെ ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫ്രെയിം വർക്ക് ഭയങ്കര സീനായിരുന്നു. സോ അതേപോലെയുള്ള ഡിപ്ലോമാറ്റിക് മിസ്റ്റേക്സ്, മുമ്പുണ്ടായിരുന്ന ഓൾഡ് ഡിപ്ലോമാറ്റിക് മിസ്റ്റേക്സിനെ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ് അവരുടെ പുതിയ എ ഐ പോളിസി. സോ ഇതിനെ നേരെ ഇവർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, കെയർഫുള്ളായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഇറ്റ് കുഡ് വൺസ് അഗെയിൻ ലീഡ് ടു ഗ്ലോബൽ മിസ്ട്രസ്റ്റ് ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് എ ഐ ഡെവലപ്മെൻറ്റ്. സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവരുടെ ഈ ഒരു പോളിസി ചേഞ്ച് ഇത് ടാക്റ്റിക്കലാണ്. ഓക്കെ, ഇതൊരു സ്ട്രാറ്റജിക് അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ US ഇപ്പോൾ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടാക്റ്റിക്കൽ മൂവ്സ് ആണ്. പക്ഷേ ഇതിനൊന്നും ഒരു ലോങ് ടേം വിഷനോട് കൂടിയിട്ടല്ല ഇവരിത് ചെയ്യുന്നത്. ഓക്കെ, അവർക്കൊരു ബിഗ് പിക്ചർ സ്ട്രാറ്റജി ഒന്നും ഇല്ല ഒരു ഗ്ലോബൽ എ ഐ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. സോ ഇവിടെയുള്ള മെയിനായിട്ട് ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ടെക്നോളജി ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് US വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എക്സ്പോർട്ട് കൺട്രോൾ, ചിപ്സിന് മേലുള്ള എക്സ്പോർട്ട് കൺട്രോളും എ ഐ മോഡൽസിന് മേലുള്ള കൺട്രോളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എ ബ്രോഡർ പ്ലാൻ, അത് ഇന്നോവേഷൻ സ്ലോ ഡൗൺ ചെയ്യും, അവരുടെ തന്നെ ഇന്നോവേഷനെ സ്ലോ ഡൗൺ ചെയ്യും. അതേപോലെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് ഇവരുടെ ഇവരുടെ അലൈസൊക്കെ ഇവർക്ക് എതിരാവും. പിന്നെ മറ്റ് രാജ്യങ്ങളെ ഇത് മോട്ടിവേറ്റ് ചെയ്യും, അതായത് ഒരു റൈവൽ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ. സോ ഇത് ഇവരെ തന്നെ ബാക്ക് ഫയർ ചെയ്യും. ഓക്കെ, കോസിങ് ദ US ടു ലോസ് ഇറ്റ്സ് ഗ്ലോബൽ എഡ്ജ് ഇൻ ദി AI. ഓക്കെ. സോ ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ളൊരു ലോങ് ടേം ഗ്ലോബൽ എ ഐ സ്ട്രാറ്റജി ഇല്ലാന്നുണ്ടെങ്കിൽ ദ US റിസ്ക്സ് അണ്ടർമൈനിങ് ഇറ്റ്സ് ഓൺ ലീഡർഷിപ്പ്. ഓക്കെ, ത്രൂ ദ വെരി കൺട്രോൾ മീൻ ടു പ്രിസർവ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഇൻ ബാങ്കോക്ക് എ കമ്മിറ്റ്മെൻറ്റ് ഫ്രം ഏഷ്യ പസഫിക് നേഷൻസ് ടു കൗണ്ട് എവരി സിംഗിൾ ബർത്ത് ആൻഡ് ഡെത്ത്. സോ ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ്. ഓക്കെ. സോ ഈ ഒരു ന്യൂസ് നമുക്ക് പറയാനുള്ളത്, ബാങ്കോക്ക് നമുക്ക് തായ്ലാൻഡിൽ വെച്ചിട്ട് വളരെ വലിയൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് ദി 3rd മിനിസ്ട്രിയൽ കോൺഫറൻസ് ഓൺ CRVS പറ്റിയിട്ട് നമുക്ക് പറയാം. CRVS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിവിൽ രജിസ്ട്രേഷൻ ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
സോ ഇതിൽ പങ്കെടുത്തത് മെയിൻലി ഏഷ്യയിലും പസഫിക് റീജിയനിലുള്ള കൺട്രീസാണ് ഇതിൽ പങ്കെടുത്തത് മെയിൻലി. സോ ഇതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഈ എല്ലാ രാജ്യങ്ങളും ദേ പ്രോമിസ് ടു മേക്ക് ഷുവർ ദാറ്റ് 2030 കൂടിയിട്ട് എല്ലാ ജനനവും മരണവും ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യും എന്നിവർ തീരുമാനിച്ചു. സോ എന്താണ് CRVS? CRVS സിവിൽ രജിസ്ട്രേഷൻ ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇതൊരു ഒഫീഷ്യൽ റെക്കോർഡാണ്. ഇറ്റ് മീൻസ് കീപ്പിംഗ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇവൻറ്റ്സ് ലൈക്ക് ബർത്ത്, ഡെത്ത്, മാരേജ്, ഡൈവേഴ്സ്. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് UN ഈ ഒരു CRVS ഡെക്കേഡ് സ്റ്റാർട്ട് ചെയ്ത് 2014 തൊട്ട് 2024 വരെ ആയിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഈ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗെറ്റ് എവരി വൺ ഇൻ ദ പിക്ചർ. സോ ദിസ് മീൻസ് നോ വൺ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, എല്ലാവർക്കും ഒരു ലീഗൽ ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു മൈൻഡിലാണ് അത് സെറ്റ് ചെയ്തത്. സോ ദിസ് ഈസ് അബൌട്ട് മേക്കിംഗ് ഷുവർ എവറി പേഴ്സൺ ഈസ് കൗണ്ടഡ്. ഓക്കെ, ആൻഡ് ഹാസ് എ പ്രോപ്പർ റെക്കോർഡ് ഇൻ ഗവൺമെൻറ് സിസ്റ്റം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഗിവിങ് പീപ്പിൾ റൈറ്റ്സ് അല്ലേ, അതേപോലെ സർവീസസ് ആൻഡ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ ഡെത്ത് റെക്കോർഡ് ആൻഡ് ഓൾ. സോ ഈ ഒരു ബർത്ത് രജിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു കുട്ടിക്ക് അതായത് ഒരു ന്യൂ ബോൺ ചൈൽഡിന് ഒരു ലീഗൽ ഐഡൻറ്റിറ്റി അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് വിൽ പ്രൊവൈഡ് ദി പ്രൂഫ് ദാറ്റ് ദേ എക്സിസ്റ്റ്. സോ അത് അവർക്ക് എഡ്യൂക്കേഷനിലായാലും ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസസ് ഒക്കെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ബർത്ത് രജിസ്ട്രേഷൻ. അതേപോലെ ഡെത്ത് രജിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ അവരുടെ ഫാമിലീസിന് ആ ഒരു ഇൻഹെറിറ്റൻസ്, അതായത് ചിലപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൈസ അതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഇൻഹെറിറ്റൻസ് ആ ഒരു ഇതിൽ നോക്കുമ്പോൾ അത് ഫാമിലീസിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അതേപോലെ ഇൻഷുറൻസ് ക്ലെയിംസ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് കിട്ടും. ഗെറ്റിംഗ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഇറ്റ് ഹെൽപ്സ് ദി ഫാമിലീസ് ടു ഗെറ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. അതേപോലെ ഈ ഒരു CRVS ഇറ്റ് പ്രൂവ്സ് എ പേഴ്സൺസ് ഏജ് ആൻഡ് ഐഡൻറ്റിറ്റി അല്ലേ. സോ നമുക്ക് ചൈൽഡ് മാരേജ് ഒക്കെ തടയാൻ പറ്റും, ഹ്യൂമൻ ട്രാഫിക്കിംഗ് തടയാൻ പറ്റും, സ്ലേവറീസ് തടയാൻ പറ്റും. സോ യുണൈറ്റഡ് നേഷൻസിന് ദേ വാണ്ട് എവറി പേഴ്സൺ ടു ഹാവ് എ ലീഗൽ ഐഡൻറ്റിറ്റി ബൈ 2030. ഓക്കെ, ഇത് അവരുടെ SDGസിൻ്റെ ഒരു ഗോളാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലെ ഒരു പാർട്ടാണത്. സോ ഇതെങ്ങനെയാണ് ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പാവപ്പെട്ട അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. സോ ദേ ആർ ഇഗ്നോർഡ് അല്ലെങ്കിൽ ദേ ആർ ഫോർഗോട്ടൺ ബൈ ദ സിസ്റ്റം. സോ അങ്ങനെയുള്ളൊരു സൈക്കിള് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം ഗെറ്റ് റെക്കഗ്നൈസ്ഡ്, സപ്പോർട്ടഡ് ആൻഡ് എംപവേർഡ്. സോ നമ്മൾ ഇന്ത്യയുടെ ഒരു സിനാരിയോ എടുക്കുമ്പോൾ ഇന്ത്യയിലെ CRVSൻ്റെ ചാർജ് ഉള്ളത് നമ്മുടെ രജിസ്ട്രാർ ജനറലിനും അതേപോലെ സെൻസസ് കമ്മീഷണറിനുമാണ്. ഓക്കെ, അവരാണ് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അണ്ടർ ദി നാഷണൽ ഹെൽത്ത് മിഷൻ. സോ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കുന്നത് ഏത് ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് ഉണ്ടായിരുന്നു. 1969 തന്നെ നമുക്കൊരു ആക്ട് ഉണ്ട്. സോ ഇതനുസരിച്ചിട്ട് ഇറ്റ് നൗ അലോസ് ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഡിജി ലോക്കറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇന്ത്യയുടെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുമ്പോൾ ബർത്ത് രജിസ്ട്രേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2014 to 2024 CRVSൻ്റെ ആ ഒരു ഡെക്കേഡിൽ 86% ആയിരുന്നു മുമ്പ് കേട്ടോ. ഈ ഒരു CRVS ഡെക്കേഡിന് മുമ്പ് 86% ആയിരുന്നു. അത് 96%-ലോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഓക്കെ, അത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതേപോലെ സ്പെഷ്യൽ കേസസ്, അതായത് ഈ ഒരു നിയമത്തിൽ സ്പെഷ്യൽ കേസസ് ഇൻക്ലൂഡ് ആണ്. അതായത് അഡോപ്റ്റഡ് ചിൽഡ്രനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതേപോലെ ഓർഫൻസിനെ പറ്റിയിട്ടുള്ളത്, ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ആൾക്കാർ, അതായത് അബണ്ടൻഡ് ചിൽഡ്രനെ പറ്റിയിട്ടുള്ളത്. സോ അതേപോലത്തെ ലോസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഹോസ്പിറ്റൽസിന് നേരെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് മരണകാരണം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കണം എന്നുള്ളൊരു ഇതുകൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ ഒരു ഡിജിറ്റലി ഉള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നോക്കുമ്പോൾ ഒരു സെൻട്രൽ CRVS പോർട്ടൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഇത് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്, സിറ്റിസൺസിന് ഇത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ CRVS പോർട്ടൽ വാസ് ലോഞ്ച്ഡ്. സോ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം, നമുക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടും, നമുക്കത് ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ 2015 ഒരു നാഷണൽ കോർഡിനേഷൻ ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു CRVS കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ കോർഡിനേഷൻ ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 2015. അതേപോലെ ഒരു നാഷണൽ സ്ട്രാറ്റജി ആൻഡ് ഫുൾ അസസ്മെന്റ് ഓഫ് ദ സിസ്റ്റം വാസ് സ്റ്റിൽ ബീങ് വർക്ക്ഡ് ഓൺ. 2011
ഇത് ഈ ഒരു ഡെക്കേഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിഞ്ഞിരുന്നില്ല. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനൊന്നും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. ദേ ഡിഡ്ന്റ് വർക്ക് വെൽ ടുഗെദർ. അതേപോലെ ഒരുപാട് ലോക്കൽ ഓഫീസേഴ്സ് ദേ ഡിഡ്ന്റ് റിപ്പോർട്ട് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, സോ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. ഓക്കെ, ഈ ഒരു ബർത്തും ഡെത്തും ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. സോ അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് സോ ഈ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇറ്റ് വാസ് മെയ്ഡ് ഫോർ ജനറേറ്റിംഗ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അതേപോലെ യുനിസെഫ് ഒരു ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ റെക്കോർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്തിട്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡിജിറ്റലി. ഓക്കെ, വി ക്യാൻ സ്കാൻ ആൻഡ് സേവ് ഓൾഡ് പേപ്പർ റെക്കോർഡ്സ് ഡിജിറ്റലി. സോ നമുക്ക് ഈ ഒരു റെക്കോർഡ്സ് കുറച്ചും കൂടി എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇന്ത്യ ഈസ് മോഡേണൈസിങ് ലൈക്ക് ഹൗ ഇറ്റ് റെക്കോർഡ്സ് ബർത്ത് ആൻഡ് ഡെത്ത്. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബെറ്റർ ലോസ് നമ്മൾ കൊണ്ടുവന്നു, ആൻഡ് നാഷണൽ പ്ലാനിങ് ടു മേക്ക് ഷുവർ നോ വൺ ഈസ് ലെഫ്റ്റ് ഔട്ട്. സോ നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അതായത് ഈ ഒരു കോൺഫറൻസിനെ പറ്റിയിട്ടാണല്ലോ. സോ അവരുടെ മെയിനായിട്ടുള്ള ഈ ഒരു കോൺഫറൻസിൻ്റെ ഫോക്കസ് നമ്മൾ പറഞ്ഞതുപോലെ ബർത്തും ഡെത്തും രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ആ ഒരു സർവീസസ് കുറച്ചും കൂടി സിമ്പിളാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് എല്ലാവർക്കും ഇൻക്ലൂസീവ് ആക്കുക, എല്ലാവരെയും ഉൾപ്പെടുത്തുക, അതേപോലെ ആക്സസബിൾ ആക്കുക, എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ ആക്കുക. പിന്നൊരു ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻട്രോപെയറബിൾ ഡാറ്റ സിസ്റ്റം വഴിയാണ്. അതായത് എല്ലാ ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ആ ഒരു ഇൻഫർമേഷൻ അവരുടെ ഇടയിൽ ദേ ക്യാൻ ഷെയർ ഇൻഫർമേഷൻ വെരി സ്മൂത്ത്ലി. ഓക്കെ, ഇവിടെ ഡിജിറ്റൽ ടൂൾസിൻ്റെ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഡിജിറ്റൽ ടൂൾസ് ഹെൽപ്സ് എ ലോട്ട്. അത് അല്ലേ, ഓൺലൈൻ ഫോംസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആപ്പുകളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മളെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ചില ഏരിയാസിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, സം ഏരിയാസ് സ്റ്റിൽ ലാക്ക് ഇൻ്റർനെറ്റ് ഓർ ആക്സസ് വിച്ച് മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ എവരി വൺ ടു ബെനിഫിറ്റ് ഈക്വലി. അതേപോലെ എല്ലാ കൺട്രീസും ഇത് പ്രോമിസ് ചെയ്തിരുന്നു. ഓക്കെ, അത് ഞങ്ങൾ ഒപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് പ്രോമിസ് ചെയ്തു. അതേപോലെ ഫിജിയുടെ ജസ്റ്റിസ് മിനിസ്റ്റർ പറഞ്ഞത് ഭയങ്കര ഇതായിരുന്നു. അതായത് ഹി summoned it by saying that together we can ensure that every person in our region is seen, heard and counted. ഓക്കെ, സോ ഈ ഒരു കോൺഫറൻസ് തരുന്നത് ഈ ഒരു മെസ്സേജാണ്. കോൺഫറൻസ് തരുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അതായത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എവരി വൺ മാറ്റേഴ്സ്. ഓക്കെ, സോ നമ്മളിവിടെ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്യണം, നമ്മൾ പുതിയ ലോസ് കൊണ്ടുവരണം. അതേപോലെ ടീം വർക്കിലൂടെ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് ലെഫ്റ്റ് ഇൻവിസിബിൾ ഇൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറെ കുറച്ച് ന്യൂസസുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.